കഴിഞ്ഞ ദിവസം ഗീ റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഒരു വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് കോക്കനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായി റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് പ്രശ്നമല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി എടുത്താലും മതി. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ പൊടികളുടെ പച്ചച്ചോ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഡാർക്ക് കളർ ആകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. കോക്കനട്ട് ഒരു ഡാർക്ക് കളറായി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക്, സവാള സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. കോക്കനട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം പൊടിച്ചെടുത്ത ശേഷം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ചോപ്പ് ചെയ്തതും ഗരം മസാലയും കൂടെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച